നമുക്കിത് വളരെ ഈസി ആയിട്ട് സാമ്പാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പം മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെക്കുക. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. ഇനി ഇത് മാറ്റി വെക്കുക. പിന്നെ ഞാനൊരു 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു 3 തവണ. എന്നിട്ട് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇത് മാറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 4 വിസിലിൽ, ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലിൽ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനൊക്കെ ചതുര കഷ്ണത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ചേന ചേർക്കുകയാണ്. ഒക്കെ ഒരു 1/2 കൈ അളവ് മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ മത്തങ്ങ എടുക്കുന്നുണ്ട്, അതുപോലെ പച്ചക്കായ, പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ്, പടവലങ്ങ എടുക്കുന്നുണ്ട്, അതുപോലെ വഴുതനങ്ങ, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് പൊട്ടേറ്റോ എടുക്കുന്നുണ്ട്, അതിനുശേഷം കുറച്ച് വെള്ളരിക്ക, പിന്നെ പയർ, നമ്മുടെ ബീൻസ് ഇല്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞത്, അവസാനമായിട്ട് മുരിങ്ങ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ തേങ്ങ ഒന്നും അരക്കാണ്ട് വെക്കുന്ന സാമ്പാറാണ് കേട്ടോ. പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പാണ്, 1 ടീസ്പൂണോളം ഉപ്പ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട്, ഒന്നുകിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാതെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഞാനിപ്പം 1 വിസിലിൽ പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ കൺസിസ്റ്റൻസി അറിയാം കേട്ടോ. അപ്പോൾ 1 വിസിലിൽ കുക്ക് ചെയ്താൽ ഇത് വെന്തടിഞ്ഞൊന്നും പോവില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിൽ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് പൊട്ടിക്കാൻ പോവാണ് നമ്മൾ. 1 ടീസ്പൂൺ കടുക് ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അതും ചേർക്കുക, പിന്നെ 2 അല്ലി വെളുത്തുള്ളി അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്, അതും ചേർക്കുക. അവസാനമായിട്ട് കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഉള്ളത് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് സാമ്പാർ പൊടി ചേർക്കുന്നത്. ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഈസ്റ്റേൺ സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ചെയ്തോളൂ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സാമ്പാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നോടൊരു സാധനം ചേർക്കാൻ മറന്നുപോയി കേട്ടോ, തക്കാളി നമുക്ക് ഇതിപ്പം നമ്മളൊന്ന് തിളപ്പിക്കുമല്ലോ, ആ ടൈമിലും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വെണ്ടക്ക വേണ്ട ആൾക്കാർ നമ്മൾ ഈ കടുക് ചട്ടി കാച്ചുമ്പോൾ നമുക്ക് ആ ടൈമിൽ തന്നെ 2-3 വെണ്ടക്ക ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെണ്ട ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു വെണ്ട. അപ്പം ഈ മറന്നുപോയ തക്കാളി ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഉടനെ തന്നെ വിളമ്പാൻ പാടില്ല കേട്ടോ, ഇതൊന്ന് ഇരിക്കണം. ഒരു 10-20 മിനിറ്റൊക്കെ ഞാനിത് മൂടി വെക്കും. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് ഇളക്കിയിട്ട് നമ്മൾ വിളമ്പാൻ പാടുള്ളൂ. അപ്പോഴാണ് അതൊന്ന് യോജിച്ച് വരുള്ളൂ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആക്കിയത്. നല്ല മൊരിഞ്ഞ ദോശയുടെ കൂടെ ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂടി കഴിക്കാൻ അടിപൊളിയാണ്. നമ്മൾ വറുത്തരച്ചിട്ടും സാമ്പാർ ഉണ്ടാക്കും, ഇത് വറുത്തരക്കാത്ത സാമ്പാറാണ്. ചോറിൻ്റെ കൂടെയൊക്കെ എനിക്ക് ഈ ഒരു സാമ്പാർ കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പം നിങ്ങൾ ഈ രീതിയിലാണ് ഉണ്ടാക്കാറുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.